Hi guys, welcome to VLane Study Platform Fast News GS Paper 3 Internal Security Related Article ആണ് Small Civilian Drones Pose Significant Threats Says Officials. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഡ്രോൺസ് അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ എന്താണ് നാഷണൽ ഡ്രോൺ പോളിസിയെ പറ്റിയാണ് പറയുന്നത്. നാഷണൽ ഡ്രോൺ പോളിസിയുടെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഡ്രാഫ്റ്റ് ചെയ്തതാണ് ഡ്രോൺ റെഗുലേഷൻ 1.0 എന്ന് പറയുന്നത്. 2018 ഇത് ഡ്രാഫ്റ്റ് ചെയ്തത്. ഇതിൽ പ്രകാരം റിമോട്ട്ലി പൈലറ്റഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളെ 5 കാറ്റഗറിയിൽ തിരിച്ചു: നാനോ, മൈക്രോ, സ്മാൾ, മീഡിയം, ലാർജ്. സോ ഈ ഒരു നാഷണൽ ഡ്രോൺ പോളിസിയുടെ ഹൈലൈറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ 5 കാറ്റഗറീസ് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും സൈസ് കുറഞ്ഞിട്ടുള്ളത് നാനോ കാറ്റഗറിയാണ്. ഈ നാനോ കാറ്റഗറിക്ക് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസോ ഒന്നിൻ്റെ തന്നെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏത് സിറ്റിസൺസിനും എന്ത് ചെയ്യാം, നാനോ കാറ്റഗറിയിലുള്ള ഡ്രോൺസ് ഉപയോഗിക്കാം. ഇനി റിമൈനിങ് ആയിട്ട് വരുന്ന 4 കാറ്റഗറീസ് ആയിട്ടുള്ള മൈക്രോ, സ്മാൾ, മീഡിയം, ലാർജ് ഇതെന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. എവിടാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ സ്കൈ പോർട്ടൽ. സോ ഈ പോർട്ടലിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇനി രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തരും. ഇനി ഇതിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് 3 സോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ സോൺസ് ആണ്. അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുമല്ലോ അല്ലെങ്കിൽ ഇത് ഫ്ലൈ ചെയ്യുമല്ലോ, ആ ടൈമിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷനും ടൈമും പോർട്ടൽ വഴി എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിന് ഇൻറ്റിമേറ്റ് ചെയ്യണം. അത്രയും മാത്രം ചെയ്താൽ മതി. യെല്ലോ സോൺസിലേക്ക് പോകുമ്പം പെർമിഷൻ വാങ്ങിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ റീജിയൻസിൽ ഫ്ലൈയിങ് നടത്താവൂ. റെഡ് സോണിലേക്ക് വരുമ്പം ഒരു ഫ്ലൈറ്റ്സും എന്ത് ചെയ്യത്തില്ല, ആ റീജിയനിൽ അലൗഡ് അല്ല. ഇതാണ് എന്ത് ചെയ്യുന്നത്, 3 സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോണിൻ്റെ പ്രകാരമായിരിക്കണം നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. സോ ഗ്രീൻ സോണിൽ നമുക്ക് പെർമിഷൻ ഒന്നും വേണ്ട, പക്ഷെ ടൈമും ലൊക്കേഷനും പോർട്ടൽ വഴി നമ്മൾ എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം. യെല്ലോ സോൺസിൽ നമുക്ക് പെർമിഷനോട് കൂടി എന്ത് ചെയ്യാം, ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാം. റെഡ് സോണിൽ ഒട്ടും അലൗഡ് അല്ലാത്ത റീജിയൻസ് ആണ്. ഒരുപാട് ഡിസ്കഷന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് റൂൾസ് 2020 ഡ്രാഫ്റ്റ് ചെയ്തു. ഇത് നോട്ടിഫൈ ചെയ്യുന്നത് 2021 സോ US റൂൾസ് 2021 പ്രൊവിഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ റൂൾസ് പ്രകാരം ഗവൺമെൻറ് ഈ ഒരു ഡ്രോൺസുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷൻ ആണെങ്കിലും ഇമ്പോർട്ട് ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും ഓണർഷിപ്പ് ആണെങ്കിലും എല്ലാം റെഗുലേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ഡ്രോൺസിന് വേണ്ടുന്ന എയർപോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കൺസിഡറേഷനും ഉണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞില്ലേ 5 കാറ്റഗറിയിൽ സൈസിൻ്റെ ബേസിസിൽ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാറ്റഗറീസിൽ ഇതിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ പേലോഡും കൂടി എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാനോ കാറ്റഗറിയിലുള്ളൊരു എയർക്രാഫ്റ്റ്. അപ്പോൾ ഈ ഒരു റൂൾസിൽ കുറേ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലൈറ്റ് സ്പീഡ് ആണെങ്കിലും എത്ര ഹൈറ്റ് വരെ ഓപ്പറേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും കാറ്റഗറിയിലുള്ളത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഹയർ കാറ്റഗറി ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ നാനോ ആണ് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യും, മൈക്രോ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് പ്രൊവിഷൻസ് ഈ ഒരു റൂൾസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഡ്രോൺസിൻ്റെ പർച്ചേസിങ് ആണെങ്കിലും ഒപ്പം തന്നെ സെല്ലിംഗ് ആണെങ്കിലും റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഡ്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ ഡിവൈസ് വിൽക്കണമല്ലോ, പക്ഷേ ഇവർക്ക് ആർക്ക് വേണമെങ്കിലും വിൽക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ എൻറ്റിറ്റിയെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഡിവൈസസ് വിൽക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോ കാറ്റഗറി ഒഴിച്ച് ബാക്കിയുള്ള 4 കാറ്റഗറീസിൽ കമ്പൽസറി ആയിട്ട് ആൻറ്റി കൊളിഷൻ അല്ലെങ്കിൽ കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കണം. അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യണം, ആ ഒരു ഡ്രോൺസിൽ കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആയിരിക്കണം ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഓട്ടോണമസ് ഫ്ലൈറ്റ് ടെർമിനേഷൻ സിസ്റ്റംസും ഇതിൽ എക്യുപ്ഡ് ആയിരിക്കണം. നെക്സ്റ്റ് ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ നാനോ ഡ്രോൺസ് എന്ന് പറയുമ്പം ഏത് സിറ്റിസൺസിനും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ ലൈസൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. എന്നാൽ മറ്റ് 4 കാറ്റഗറീസ് യൂസ് ചെയ്യുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള റിമോട്ട് പൈലറ്റ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
നെക്സ്റ്റ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം നാനോ ക്ലാസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 4 കാറ്റഗറീസിനും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. കാരണം നമുക്കറിയാമല്ലോ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, കൊളിഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് എന്താണ് ഈ 4 കാറ്റഗറിയിലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് അലൗഡ് ആണ്. ഒപ്പം തന്നെ ബിസിനസ് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോൺസ് അത് എന്താണ് ഓണർഷിപ്പ് ആണെങ്കിലും അതിൻ്റെ കൺട്രോളിംഗ് ആണെങ്കിലും ഇന്ത്യൻ നാഷണൽസിന് മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ലേറ്റസ്റ്റ് US റൂൾസിലുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. റീഓപ്പൺ ദി ഫയൽസ്, റീകൺസിഡർ പ്രൈവറ്റൈസേഷൻ. സോ കോണ്ടെക്സ്റ്റ് എന്താണ്? പ്രൈവറ്റൈസേഷനെ പറ്റിയാണ് പറയുന്നത്. ഗ്ലോബലി കോമൺലി യൂസ് ചെയ്യുന്ന ഒരു എക്കണോമിക് പോളിസിയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. 3 ടൈപ്പ് പ്രൈവറ്റൈസേഷൻ മെത്തേഡ്സ് ഉണ്ട്. മേജർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിനെ എന്ത് ചെയ്യുക? പ്രൈവറ്റ് എൻറ്റിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സിംപ്ലി ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഓണർഷിപ്പിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രൈവറ്റ് ഓണർഷിപ്പിലേക്ക് പോവുക. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗച്ചർ പ്രൈവറ്റൈസേഷൻ എന്ന് പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എലിജിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിന് എന്ത് ചെയ്യും? ഗവൺമെൻറ് എന്ത് ചെയ്യും? വൗച്ചേഴ്സ് കൊടുക്കും ഇല്ലേ? അതായത് ഇതൊരു ഷെയർ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇവർക്കിത് എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് എൻറ്റിറ്റീസിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഷെയർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഇതിനെയാണ് വൗച്ചർ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയും. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ ആ ടേമിൽ തന്നെ ഉണ്ട്, ആ കമ്പനിക്കുള്ളിൽ ഉള്ള വർക്ക് ചെയ്യുന്ന ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്? ആ കമ്പനി വാങ്ങുകയാണ് ഗവൺമെൻറ് കയ്യിൽ നിന്ന്. അതിപ്പോൾ മാനേജർ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കാം. സോ ഇതിനെയാണ് ഇൻറ്റേർണൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റൈസേഷനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയും. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി മൊത്തം ഏറ്റെടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരിക്കും. എന്നാൽ അവിടുത്തെ പ്രോഡക്റ്റ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്നത് പ്രൈവറ്റ് എൻറ്റിറ്റി ആയിരിക്കും. സോ ഇതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സോ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണെങ്കിൽ തന്നെയും അത് മാനേജ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും. ഇതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലായിരുന്നു? ഗവൺമെൻറ് കയ്യിലായിരുന്നു അല്ലേ? ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ആ റെസ്പോൺസിബിലിറ്റി പ്രൈവറ്റ് സെക്ടറിലേക്ക് സറണ്ടർ ചെയ്യുന്നു. അതിനെയാണ് ഡൈവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു പബ്ലിക് സെക്ടർ കമ്പനി ഉണ്ടായെന്ന് വിചാരിക്കുക. പതുക്കെ ഇതിൻ്റെ ഷെയർ ആരുടെ കയ്യിലേക്ക് വരികയാണ്? പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിൽ വരികയാണ്. സോ എന്താണ്? പബ്ലിക് സെക്ടറിനും ഷെയർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിനും ഷെയർ ഉണ്ട്. പതുക്കെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഷെയർ എക്സ്പാൻഡ് ചെയ്ത് വരും. ഗ്രാജുവലി എന്ത് ചെയ്യുകയാണ്? ഗവൺമെൻറ്റിൻ്റെ ഫുൾ ഷെയറും ആരുടെ കയ്യിലാവുകയാണ്? പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിലാവുകയാണ്. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടറിന് ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റുകളുണ്ട്. അതായത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ മിക്ക പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസും നഷ്ടത്തിലാണല്ലേ പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് അഡീഷണൽ ബേർഡൻ ആണ് ഉണ്ടാക്കുന്നത്. സോ ഇത് പ്രൈവറ്റൈസേഷൻ നടത്തുമ്പം എന്താണ്? ഗവൺമെൻറ് ഈ ഒരു അഡീഷണൽ ബേർഡൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രൈവറ്റ് സെക്ടേഴ്സ് വരുമ്പം എന്താണ്? ആ ഒരു എക്കണോമിയിൽ കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യും ഇല്ലേ? കോമ്പറ്റീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ടാവും, പ്രൈസ് ലെവൽ കുറയും. അപ്പോൾ എന്ത് ചെയ്യും? കോമൺ മാനിന് ഇത് ബെനിഫിറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് നഷ്ടത്തിലാണെങ്കിൽ ഗവൺമെൻറ്റിന് എന്താണ്? നഷ്ടമാണ് ഉണ്ടാകുന്നത് അല്ലേ? അല്ലെങ്കിൽ കടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പ്രൈവറ്റൈസേഷൻ ചെയ്ത് പോകുമ്പോഴേക്കും ഗവൺമെൻറ് ആ ഒരു ബാധ്യത ഒഴിവാവുകയാണ്. അങ്ങനെ ബാധ്യത ഒഴിവാവുകയാണെങ്കിൽ എന്താണ്? ആ ബാധ്യത ഒഴിവാകുമ്പോൾ ഗവൺമെൻറ്റിന് എന്താണ്? ഈ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മറ്റ് പബ്ലിക് ഫൈനാൻസസിന് വേണ്ടി എന്ത് ചെയ്യാം? ഡൈവേർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതായത് ഈ ഒരു കമ്പനിക്ക് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗ്രോത്തിന് വേണ്ടി ഗവൺമെൻറ്റിന് ഫണ്ട് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ നമുക്കറിയാം പബ്ലിക് സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ എംപ്ലോയീസ് ആണെങ്കിലും അത്ര എന്താണ് റെസ്പോൺസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ലേബർ ഫോഴ്സിനെ പ്രൈവറ്റൈസേഷൻ വഴി കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം പ്രൈവറ്റ് സെക്ടർ എന്താ ചെയ്യുന്നത്? എക്സിസ്റ്റിംഗ് ആയിട്ട് ഗവൺമെൻറ് കടത്തിലാക്കിയിട്ടുള്ള ഒരു കമ്പനിയിൽ വന്ന് പേയ്മെൻറ്റ് നടത്തിയിട്ട് ആ കമ്പനി ഏറ്റെടുക്കുവാണില്ലേ? അപ്പോൾ എന്താണ്? ഗവൺമെൻറ് പുതിയ എക്സ്പെൻഡിച്ചർ പോളിസിയിലോ ഇൻവെസ്റ്റ്മെൻറ്റിലോ ഒന്നുമല്ല കൊണ്ടുവന്ന് പൈസ ഇടുന്നത്. ഓൾറെഡി ഗവൺമെൻറ് കയ്യിലുണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് കടം തീർത്തുകൊണ്ടാണ്
പ്രൈവറ്റ് സെക്ടർ ആ കമ്പനി ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ആ ഒരു കടമായിട്ട് കിടക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമില്ലേ. അപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് ആ കടം ഒഴിവായി കഴിയുമ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പബ്ലിക് എൻ്റർപ്രൈസസ് പ്രൈവറ്റൈസ് ചെയ്യുമ്പം പബ്ലിക് സെക്ടറിൻ്റെ സൈസ് കുറയും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചറും കുറയും. പക്ഷേ ഈ കമ്പനി മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമല്ലോ, ആ എക്സ്പെൻഡിച്ചർ കുറയും. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റവന്യൂ കളക്ഷനും കിട്ടും. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബിസിനസ് നടത്തുമ്പം അവരിൽ നിന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാം? ടാക്സ് കളക്ട് ചെയ്യാം. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇതൊരു ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഇനി ഇന്ത്യൻ എക്കണോമിയിലേക്ക് വരുമ്പം നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് ഇറയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെക്കേഡുകൾക്ക് മുമ്പ് മോഡേൺ ഇൻഡസ്ട്രീസിൽ പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഷുഗർ ഫാക്ടറീസ്, പേപ്പർ ഇൻഡസ്ട്രീസ്. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് 1956 റെസൊല്യൂഷനിലേക്ക് വരുന്നത്. അതായത് മിക്സ്ഡ് എക്കണോമി, അതായത് പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒരുപോലെ ഇന്ത്യൻ എക്കണോമിയെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നു. അങ്ങനെ പ്രൈവറ്റ് സെക്ടറിനും കൂടി ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1951 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്ട് ചെയ്തു. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് സെക്ടറും കമ്പൽസറി ആയിട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് പോളിസി ഫ്രെയിംവർക്കുകൾ കൊണ്ടുവരണം. ഒപ്പം തന്നെ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിലുള്ള പ്രൊവിഷൻസ് പ്രകാരമായിരിക്കണം പ്രൈവറ്റ് സെക്ടർ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു റെസൊല്യൂഷന് ശേഷം പ്രൈവറ്റ് സെക്ടർ കൂടുതൽ ഇൻഡസ്ട്രീസിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കെമിക്കൽ ഇൻഡസ്ട്രീസ്, മെഷീനറീസ്, പ്ലാന്റ്സ്, മെറ്റൽസ്, ഇവിടെ എല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ എക്കണോമിയുടെ ആ ഒരു എക്കണോമിക് സ്റ്റാറ്റസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഗവൺമെൻറ്റിന് ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നല്ല രീതിയിൽ നഷ്ടമുണ്ടായി. അതായത് ഒരു ലോസ് ഗിവിങ് യൂണിറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് മാറാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കമ്പനീസിനെ പ്രൈവറ്റൈസ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരുന്നത്. അങ്ങനെയാണ് 1991 റീഫോംസ് വന്നത്. അങ്ങനെ പ്രൈവറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിനൊരു എക്സാമ്പിളുമായിട്ട് പറയുകയാണെങ്കിൽ മേജർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലി കമ്മ്യൂണിക്കേഷൻ സെക്ടർ തന്നെയാണ്. 1991 ഈ ഒരു റിഫോമിന് ശേഷമാണ് നാഷണൽ ടെലികോം പോളിസി 1994 to 95 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഫോറിൻ എൻറ്റിറ്റി പാർട്ടിസിപ്പേഷൻ 49% ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. എന്നാൽ ഈ ഒരു പ്രൈവറ്റൈസേഷന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതായത് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പം പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് അവരുടെ മേജർ റോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒന്നും തന്നെ ഇവർ ഫോളോ ചെയ്യത്തില്ല. ഒപ്പം തന്നെ ഒരു ഫേം പ്രൈവറ്റ് എൻ്റർപ്രൈസ് ആയി കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലും അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെടുത്ത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ, ഒപ്പം തന്നെ പതുക്കെ ഇവരുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി അവർ കുറയ്ക്കാൻ ശ്രമിക്കും. ഒപ്പം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഉപയോഗിച്ചിട്ട് ഹിഡൻ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റ് അതിൽ ആഡ് ചെയ്തിട്ട് പ്രൈസ് എസ്കലേറ്റ് ചെയ്യും. സോ കൂടുതൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുമ്പോൾ കോമൺ മാൻ ആയിരിക്കും ബേർഡൻ ആവുന്നത്. ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത് ചൈനീസ് മോഡലാണെന്നാണ് പറയുന്നത്. ചൈനയിൽ പബ്ലിക് സെക്ടറിനെയും പ്രൈവറ്റ് സെക്ടറിനെയും ഒരുപോലെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റിൻ്റെ പേരിലാണെങ്കിലും ക്വാളിറ്റിയുടെ പേരിലാണെങ്കിലും ടെക്നോളജിയുടെ പേരിലാണെങ്കിലും ഈ പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും പബ്ലിക് സെക്ടർ ആണെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. എന്നാൽ ഇവിടെ വരുമ്പം പ്രൈവറ്റ് സെക്ടർ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും പബ്ലിക് സെക്ടർ കടത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ്സ് ആണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ വരികയാണ്. സോ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവരണം. അപ്പോൾ തന്നെ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി വന്നിട്ട് പുതിയൊരു ബ്രാൻഡ് അല്ലെങ്കിൽ പുതിയൊരു ഫെസിലിറ്റി ചെയ്യുകയാണ്
ക്രിയേറ്റ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയെ പർച്ചേസ് ചെയ്യുകയോ ലീസിനെടുക്കുകയോ ചെയ്യുന്നതിനാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവ് മെഷേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവരണം. ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിളിൽ പ്രൈവറ്റൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്അഡ്വാൻറ്റേജും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? പാൻഡമിക് ടൈമാണ് അല്ലേ. ഈ ടൈമിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരുപാട് ആക്ഷൻസ് എടുക്കാൻ പറ്റിയത് എന്താണ്? നമുക്ക് പബ്ലിക് ബാങ്ക്സുകൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ടായിരുന്നു അല്ലേ, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പബ്ലിക് മാനുഫാക്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റിയത്. പക്ഷേ ഇതെല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടറിലായിരുന്നെങ്കിൽ ഗവൺമെൻറ് നല്ല രീതിയിൽ നെഗോസിയേഷൻസ് നടത്തി അവരുമായിട്ട് കോംപ്രമൈസിലും എഗ്രിമെൻറ്റിലും വന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ടൈമിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തേനെ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് വരുമ്പം പ്രൈവറ്റൈസേഷൻ നമുക്കൊരു ഓപ്ഷൻ അല്ല. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വേണം, പക്ഷേ കൂടുതൽ ഷെയർ ആരുടെ കയ്യിലായിരിക്കണം? പബ്ലിക്കിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ എക്കണോമിക്ക് നല്ലത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഡാം സ്റ്റാർട്ട്സ് മാർക്കിംഗ് പവർ. സോ വേൾഡിലെ തന്നെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഡാമാണ് ബൈഹേതാൻ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ലോങ്ങസ്റ്റ് റിവർ ആയിട്ടുള്ള യാങ്സെ റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ജിൻഷ റിവറിലാണ് ഈ ഡാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ യാങ്സെ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ 3rd ലാർജസ്റ്റ് റിവറാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ന്യൂക്ലിയർ കേപ്പബിൾ അഗ്നി P മിസൈൽ ടെസ്റ്റ് ഫയർഡ്. സോ കോണ്ടെക്സ്റ്റ് അഗ്നി മിസൈലിനെ പറ്റിയാണ്. മീഡിയം ടു ഇൻ്റർ കോണ്ടിനെൻ്റൽ റേഞ്ചിലുള്ള ആ ഒരു ഫാമിലിയിൽ വരുന്ന മിസൈൽസ് ആണ് അഗ്നി മിസൈൽസ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. സർഫസ് ടു സർഫസ് എന്ന് പറയുമ്പം ഇത് ലോഞ്ച് ചെയ്യുന്നത് ഗ്രൗണ്ടിലായിരിക്കും. ഈ ഗ്രൗണ്ടിൽ നിന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ട്രൈക്ക് ചെയ്യുന്നത് അടുത്ത ഒരു ഗ്രൗണ്ടിലേക്കായിരിക്കും. അതൊരു ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സീ ടാർഗറ്റ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഇതിനെ സർഫസ് ടു സർഫസ് എന്ന് പറയുന്നത്. അഗ്നി ഫാമിലി കുറേ ഉണ്ട്, അഗ്നി 1, അഗ്നി 2 അങ്ങനെയുണ്ട്. ഈ അഗ്നി P എന്ന് പറയുമ്പം അഗ്നി പ്രൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഗ്നി പ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നി 1 മിസൈലിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ തൊട്ട് 1500 കിലോമീറ്റർ ആണ്. ഒപ്പം തന്നെ ഏകദേശം 1000 കിലോഗ്രാം പേലോഡ് ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു അഗ്നി സീരീസിലുള്ള ഫാമിലിയുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ അണ്ടറിലായിരുന്നു. ഇതിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് 1989 നേരത്തെ പറഞ്ഞ സർഫസ് ടു സർഫസ് മിസൈൽ കാറ്റഗറിയിൽ വരുന്നതാണ് അഗ്നി ഫാമിലി എന്ന് പറയുന്നത്. പിന്നീട് പൃഥ്വി ഫാമിലി ഉണ്ട്, നിർഭയുണ്ട്, ബ്രഹ്മോസ് ഉണ്ട്, പ്രഹാറുണ്ട്. ഇതെല്ലാം തന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ ഇത്രയും മിസൈൽസിൽ ബ്രഹ്മോസ് ഒഴിച്ച് ബാക്കിയെല്ലാം അഗ്നി, പൃഥ്വി, നിർഭയ്, പ്രഹാർ ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയാണ്. ഇൻഡിജീനിയസ്ലി ആണ് ഡെവലപ്പ് ചെയ്തത് ബൈ DRDO. ബ്രഹ്മോസിൻ്റെ കാര്യം വരുമ്പം ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ ആയിരുന്നു. DRDOടൊപ്പം തന്നെ റഷ്യൻ ഫേമായിട്ടുള്ള എൻപോമും കൂടി ചേർന്നിട്ടാണ് ബ്രഹ്മോസ് എന്ത് ചെയ്തത്, ബിൽറ്റ് ചെയ്തത്. നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിൽ സെഡിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിൾ കാണാം. ഇത് നമ്മൾ ജൂൺ 1 ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് റെഫർ ചെയ്തിട്ട് ഈ ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. നെക്സ്റ്റ് US-ൻ്റെയും യുക്രൈൻ്റെയും ഒരു ബ്ലാക്ക് സീ ഡ്രിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു മറൈൻ എക്സസൈസുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ കാണാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? റഷ്യ ക്രിമിയ അനക്സ് ചെയ്തത് മെയ് 19 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ UK-യും റഷ്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ജൂൺ 25 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് റെഫർ ചെയ്യുക.
നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിൽ ആർമി ഒഫീഷ്യൽസിന് ഈ ഒരു ആൻറ്റി മാവോയിസ്റ്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിറ്റിസിസമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാവോയിസം ആണെങ്കിലും നോർത്ത് ഈസ്റ്റ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ തന്നെയും നമ്മൾ ഏപ്രിൽ 5-നും 6-നും മെയ് 24-നും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെയുള്ള സ്ട്രഗിൾസും പറയുന്നുണ്ട്. അതൊന്ന് റെഫർ ചെയ്തിട്ട് ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കുക.